ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ദൈവവിശ്വാസമോ ദൈവിക കാര്യങ്ങളിലുള്ള പങ്കാളിത്തമോ ഇല്ലാതെയാണ് സിൽവ വളർന്നത്. മാതാപിതാക്കളും ഏക സഹോദരിയും വിശ്വാസ ജീവിതത്തിൽ നടന്നപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നടന്ന സിൽവയുടെ ജീവിതം 14 വയസ്സായപ്പോഴേക്കും വല്ലാതെ മാറി മറിഞ്ഞിരുന്നു. നിരവധി പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ആഗ്രഹം സിൽവയെ വീണ്ടും ആത്മീയ ജീവിതത്തിലേക്ക് നയിച്ചു. ദേവാലയത്തിൽ പോകാൻ കൂട്ടുകാർ അവനെ നിർബന്ധിച്ചു. ഇടവകയിലെ യുവജന കൂട്ടായ്മയിൽ അംഗമായി. അങ്ങനെ വിശ്വാസവും പ്രാർത്ഥനയുമായി അവൻ്റെ ദിനങ്ങൾ മുൻപോട്ട് പോയി. ആ ഇടയ്ക്ക് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ച് സിൽവ ഒരു സിനിമ കാണുവാനിടയായി. വിശുദ്ധനായി ജീവിച്ച് കടന്നുപോയ പാദ്രെ പിയോയെക്കുറിച്ചുള്ള സിനിമയായിരുന്നു അത്. 20കാരനായ സിൽവയുടെ മനസ്സിൽ വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിതം ആഴത്തിൽ പതിഞ്ഞു. തൻ്റെ ഭാവിയെക്കുറിച്ച് അവനേറെ ചിന്തിച്ചു കൊണ്ടിരുന്ന നാളുകളായിരുന്നു അത്. ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന സിൽവ എന്തുകൊണ്ട് തനിക്കും ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൂടാ എന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇക്കാര്യം താൻ അംഗമായിരുന്ന സെർവൻസ് ഓഫ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി കൂട്ടായ്മയിലുള്ളവരുമായി അവൻ പങ്കുവച്ചു. ഒടുവിൽ 2023 ഓഗസ്റ്റിൽ സിൽവ റോമിൽ തൻ്റെ സെമിനാരി ജീവിതം ആരംഭിച്ചു. ഇന്ന് പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ദി ഹോളി ക്രോസിൽ ഫിലോസഫി വിദ്യാർത്ഥിയാണ് ബ്രസീലിൽ നിന്നുള്ള ഗിൽഹേം സിൽവ അറോജോ. ദൈവത്തിൻ്റെ സവിശേഷ വിളി ലഭിച്ചതിനും അതിന് പ്രത്യുത്തരം നൽകാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷവാനാണ് സിൽവ ഇന്ന്.